ഈ ജിമ്മിയെ കുറിച്ച് എങ്ങനെയാണ് നിങ്ങൾ പേഴ്സണലായിട്ട് വിചാരിക്കുന്നത്? ജിമ്മി ഇത്തരം ഒരു കുറ്റം ചെയ്യാൻ സാധ്യത ഉണ്ടോ? സാറേ, ഞാൻ ജിമ്മിയുടെ സൂപ്പർവൈസർ, മെയിൻ്റനൻസ് സൂപ്പർവൈസറാണ് ഇവിടുത്തെ. എൻ്റെ പേര് കെ എം മാത്യു. ഞാൻ റിട്ടയർഡ് ആർമിയുടെ ഒരു സുബേദാർ മേജർ റിട്ടയർഡായ ഒരു വ്യക്തിയാണ്. എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ജിമ്മിച്ചിന് ഞാനൊരു 100 മാർക്ക് കൊടുക്കും. എൻ്റെ മോൻ്റെ ഒരു പ്രായമാണ്. 10 വർഷത്തിക്കുള്ളായിട്ട് ഞാൻ അവനെ അറിയുന്നതാണ്. ഞാൻ ഏകദേശം വന്നിട്ട് ഇവിടെ 14 വർഷമായി. ഞാൻ വന്നതിന് ശേഷം ഏകദേശം ഒരു 12 വർഷം മറ്റായെന്ന് തോന്നുന്നു അദ്ദേഹം വന്നിട്ട്. ഇദ്ദേഹം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തൊട്ടും 12 വർഷമായപ്പം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ പുള്ളിയുടെ കാര്യങ്ങളെല്ലാം. പ്രത്യേകിച്ച് ഇദ്ദേഹം ഞങ്ങളുടെ ഈ സഭയുടെ ഒരു വ്യക്തിയും കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് പാസ്സായിട്ട് ഇദ്ദേഹം വേറെ എങ്ങാണ്ട് ചെയ്തതിന് ശേഷമാണ് ഇവിടെ അപ്പോയിൻമെൻ്റ് ആകുന്നത്. അപ്പോയിൻമെൻറ്റ് ശേഷം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വർക്കാണില്ല. സംഭാഷണ ശൈലിയൊക്കെ വളരെ മൃദുലമായ ഒരു സംഭാഷണമാണ് അദ്ദേഹം പറയുന്നത്. ഒരു അസഭ്യ വാക്കുകളോ ഇവിടെ പല പണിക്കാരിൽ നിന്നോ ഉണ്ടായാലും അവർക്കെതിരായിട്ട് അദ്ദേഹം പറയത്തില്ല. വീണ്ടും അവർക്കെതിരായിട്ട് പറയുന്നത് ഞാൻ സൂപ്പർവൈസർ അദ്ദേഹം എന്നോട് പറയുമ്പോൾ ഞാനായി പറയുള്ളൂ ഒരു ബിയർ കുടിക്കൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പല പാർട്ടി ഫംഗ്ഷനിലൊക്കെ ഇദ്ദേഹത്തെ വിളിക്കും. അപ്പോൾ ഇദ്ദേഹത്തോട് പറയും, ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും, എല്ലാവരും ഇപ്പോഴത്തെ ചെറുപ്പക്കാരൻ കഴിയും. അദ്ദേഹം കഴിക്കത്തില്ല, കുടിക്കത്തുമില്ല. അദ്ദേഹം പ്രത്യേകിച്ച് അവരൊരു പള്ളിയുടെ സമീപത്തെ അദ്ദേഹത്തിൻ്റെ വീട്. എല്ലാ ദിവസവും പള്ളി കുർബാനയ്ക്ക് പോവും, കുർബാന സ്വീകരിക്കും. പോരാൻ നേരത്തെ മാതാവിൻ്റെ മുന്നിൽ പോയി പ്രത്യേകിച്ച് ഭക്തനായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരുന്നത്. അപ്പം ഞങ്ങളൊക്കെ കളിയാക്കും, കൂടുതൽ നീ ഭക്തിയും പേഴ്സണായിട്ട് പോകുന്ന നടക്കുന്ന ദൈവം പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് ഏർപ്പെടുത്തും. തമാശയായിട്ട് പറഞ്ഞ് നിനക്ക് 2 പെൺപിള്ളേരൊക്കെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും നീ ഒരു ആൺപിള്ളേരൊക്കെ ഉണ്ടാകേണ്ടതാണ്. ഞങ്ങൾ ചുമ്മാ തമാശ പറഞ്ഞിട്ടു. പക്ഷെ അതല്ല. പക്ഷേ ഈ സംഭവം ഇപ്പം ഒരു പേഴ്സണൽ വീട്ടിൽ ഇങ്ങനെ സംഭവം ഉണ്ടായതിനു ശേഷമാണ് ഇങ്ങനെ ഇതെന്താണെന്ന് അറിയാൻ പറ്റിയില്ല. ഒരു ഇൻഡ് പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കണിശമായിട്ടും ആ ജിസ്മോൾ ഇവിടെ വരുകയും പല പ്രാവശ്യമായിട്ട് ഈ അമ്മയുടെ കാര്യത്തിനായിട്ട് വേറെ പല പ്രാവശ്യത്തിൽ ഈ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഞാൻ ഇൻഡിവിജ്വലായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും പുള്ളിക്കാരത്തിൻ്റെ വളരെ ഹസുമുഖ് ഇന്ത്യ പറഞ്ഞ ഹസുമുഖ സന്തോഷവതിയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ചെടിമോളെ നിനക്ക് വല്ലോ പ്രശ്നം വല്ലതും ഉണ്ടോ, പീഡനങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കും അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉള്ള വീട്, അങ്ങനെ വല്ല പ്രശ്നം വല്ലതും ഉണ്ടോ? അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ സംഭവം ഉണ്ടായതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഈ പത്രവാർത്ത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് ജിമ്മിച്ചിൻ്റെ അമ്മയെപ്പറ്റി എനിക്ക് നല്ല അഭിപ്രായമുണ്ട്. എന്ന് വെച്ചാൽ പല പ്രാവശ്യം അവർക്ക് അവരുടെ ബന്ധുതയപ്പെട്ട കുമരത്ത്, ഞാൻ കുമരംകാരനാണ്, അവരുടെ ബന്ധുക്കാരെ കുമരത്തുണ്ട്, ടീച്ചറാണ്. ജിമ്മിച്ചിൻ്റെ കല്യാണം കഴിക്കുന്നതിന് മുമ്പും അവരോട് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈ കല്യാണം ഞാൻ പറയാം, ജിമ്മിച്ചിന് ഒരു കല്യാണം വരെ ഞാൻ ആലോചിക്കാനായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജിമ്മിച്ചിൻ്റെ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടാകും. ജിമ്മിച്ചിന് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീന് ആവശ്യം, അത് നമ്മുടെ സമുദായത്തിൽപ്പെട്ടാണ്, നല്ല കാര്യം. അങ്ങനെ കണ്ടുപിടിച്ചാണ് കല്യാണം നടന്നത്. ബാക്കി കല്യാണം കഴിച്ച് 2 പെൺകുട്ടികളുണ്ടായി. അത് കഴിഞ്ഞിപ്പോൾ ലേറ്റസ്റ്റ് ഞങ്ങളിവിടെ ഒരു കളത്തിൽ ഈ കഞ്ഞിക്കുഴിയിൽ ഒരു പാർട്ടി വന്നപ്പോഴാണ് ഞങ്ങൾ അവസാനമായിട്ട് 1 മാസം മറ്റേ ആയുള്ള ഈ പിള്ളേരുമായിട്ട് അവർ വന്ന്. എൻ്റെ വൈഫിന് വരാൻ പറ്റിയില്ല വെച്ച് ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ ആൾക്കാരും മിക്കവാറും ഫാമിലിയായിട്ടൊക്കെ വരുന്നത്, വിളിച്ചവരെല്ലാം ചെന്നിരുന്നു. അപ്പോൾ അവിടെ ഒരു ഗെറ്റ് ടുഗദർ പോലെ നടക്കും, സംഭാഷണം ചിരിക്കും. ഈ കൊച്ചിനെ ഞാൻ ഏതാനും മിനിറ്റുകളെടുത്ത് എൻ്റെ ഇളയ കൊച്ചിനെ എടുത്ത് കൈ വെച്ചിട്ടുണ്ട്. അവൾ പോകത്തില്ല മറ്റുള്ളവർ. ഞാൻ മൂത്ത കൊച്ചിനോട് വയ്ക്കും, കൊണ്ടുകോട്ടെ നിന്ന് കൊണ്ട് കയറി നമ്മുടെ കാലെ പിടിക്കും, പറ്റത്തില്ല. അതുപോലെ സന്തോഷകരമായിട്ട് ജീവിച്ച ഒരു അനുഭവമാണ് എനിക്ക് ജിമ്മിച്ചിനെ പറ്റി പറയാനുള്ളത്. ബാക്കി ഞാൻ പറഞ്ഞ ഒരു പേഴ്സണലായിട്ട് അദ്ദേഹത്തിന് ഒരു ചെറുപ്പക്കാരനൊരു ബാഡ് ഹാബിറ്റ് എന്ന് പറയാനായിട്ട് എനിക്കില്ല. എൻ്റെ മകനാണേലും എൻ്റെ സ്വന്തം മകനാണേലും അവനിപ്പം പ്രസന്റ് ടൈം അമേരിക്കയിൽ, അവനാണേലും കൂട്ടുകുടുംബം മദ്യപിക്കും അപ്പോഴത്തെ കാലത്ത്. പക്ഷേ ഈ വ്യക്തി എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് പല പ്രാവശ്യമായിട്ടും ഇങ്ങനെയുള്ള ഒരു കൂട്ടുകെട്ടും പുള്ളി വരുന്നില്ല. ഇനി അവരുടെ വീട്ടിലിപ്പോൾ എന്നാ സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഈ സംഭവത്തിന് ശേഷമാണ് ഞങ്ങളൊക്കെ അറിയുന്നത്. പിന്നെ നമുക്കിതിനെപ്പറ്റി അവരുടെ ചാച്ചനെ പറ്റിയൊക്കെ 100 ഇപ്പോൾ ചാച്ചൻ പല പ്രാവശ്യമോട് വരുന്നത്. ചാച്ചൻ ഞണ്ട് പ്രൈവറ്റ് വണ്ടിയുടെയൊക്കെ ഓണറിൻ്റെയൊക്കെ അസോസിയേഷനിലെ കമാൻഡറായിരുന്നു, കോട്ടയത്ത് അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു. ആ പുള്ളി വളരെ മാനേഴ്സുള്ള ഒരാളാണ്. പക്ഷേ ആ പുള്ളിക്ക് ഇന്നിപ്പോൾ ഒരു ഗിരി വന്നുകൊണ്ട് ഞങ്ങൾക്കൊക്കെ വളരെ മനസ്സിൽ പശ്ചാത്താപവും നമുക്ക് വളരെ പ്രയാസമുണ്ട്. വെള്ള ഷർട്ടും വെള്ള മുണ്ടും എടുത്ത് മാത്രം കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ് ചാച്ചൻ. അപ്പോൾ ചാച്ചനും മകനും ഇപ്പോൾ അവിടെ വന്നപ്പോൾ നമുക്ക് വളരെ പ്രയാസമുണ്ട്. പക്ഷേ ഇതിൻ്റെ കുടുംബത്തിൽ എല്ലാവരും കൃത്യമായിട്ട് അറിയാം, പെങ്ങന്മാരെ അറിയാം. ഇപ്പം മൂത്ത പെങ്ങൾ ഇവിടെ നേഴ്സിംഗ് ഇവിടെ ജോലി ഉണ്ടായിരുന്നു. പെങ്ങൾ ഇവിടെ അവരുടെ വീട്ടിൽ നിന്നായിരുന്നു ഇടയ്ക്കൊക്കെ ജോലിക്കൊണ്ട് വന്നത്. അപ്പോൾ പെങ്ങൾക്ക് വേണ്ടിയിട്ട് രാവിലെ നേരത്തെ ജോലിക്ക് വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് ലഞ്ചൊക്കെ പുള്ളിക്കാരനാണ് ഇവിടെ വരുമ്പോൾ. പുള്ളിക്ക് 9 മണിക്ക് കയറിയത്, അവർക്ക് 8 മണി 8:30 മറ്റേ കാരണം പുള്ളിക്കാരൻ അന്നേരം വീട്ടിൽ നിന്ന് ഇവിടെ നീരിക്കാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുത്തരുന്നത്. പെങ്ങളുമൊക്കെ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. പുള്ളിക്കാരത്തിയാണ്ട് ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുള്ള പാർട്ടിയാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ അത്ര മൂത്ത പെങ്ങൾ. അത് ദീപ. അപ്പോൾ ഈ ദീപയുടെ ഒക്കെ ഹസ്ബൻഡൊക്കെ വളരെ ജെന്റിൽമാനാണ്. എന്ന് വെച്ചാൽ എൻ്റെ മോടെ കൂടെയാണ് അവർ ഈ OET ഒക്കെ പഠിച്ചില്ല, UK പോയി. എൻ്റെ മോള് UK പോയി. ആ പുള്ളിക്കാരനും കൂടെ പഠിച്ചപ്പോൾ ദീപയുടെ ഭർത്താവിനെ നമുക്ക് പേഴ്സണലായിട്ട് അറിയാം. നല്ലൊരു ഇതൊക്കെ കണ്ടാലും സ്മാർട്ട്, നല്ല സ്വഭാവം ഉന്നയിച്ചത്. എൻ്റെ മോളിപ്പം പ്രസന്റ് ടൈമിൽ UK അപ്പോൾ അവിടെ കൂടെ പഠിച്ചാൽ OET ഈ പുള്ളിക്കാരനും പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ദീപേനെ പറ്റിയാണ്. പിന്നെ ഇളയ പകർന്ന് വെച്ചാൽ വേറൊരു ടെക്നിക്കലായിട്ട് പഠിച്ചു, അവളെ കണ്ട് പരിചയമുണ്ട്. എന്നാലും നല്ലൊരു
എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള ഒരു സന്തോഷവതിയായിട്ടൊരു ഇളയ പെങ്ങൾ അനിയത്തി, ഈ ജിമ്മിച്ചിൻ്റെ ഇളയ പെങ്ങൾ. അവളും നല്ല സന്തോഷവതിയായിട്ട് ഹസ്ബൻഡായിട്ട്. ആ ഹസ്ബൻഡ് ഇവിടെയും കുറച്ച് ദിവസം ഇളയ പെങ്ങളുടെ ഭർത്താവ് ഇവിടെ ഫാർമസി കോളേജ് ഉണ്ട് ഞങ്ങൾക്ക് അവിടെ കുറേ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്ത് വെച്ചു. ഇപ്പം പുള്ളി എനിക്കൊന്ന് ചെന്നൈയിലെ പറ്റാം. ആ പുള്ളി ഇവിടെ വരുകയും പിടിക്കും. പുള്ളിയായിട്ടൊക്കെ പേഴ്സണായിട്ട് ഇതുണ്ട്. പുള്ളി സംഭവം നടന്നത് ആ സമയത്തൊക്കെ എനിക്ക് വന്ന ഈ പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ ശവസംസ്കാരത്തൊക്കെ ഉണ്ടായിരുന്നു. മൂത്തവരും അവർ വന്നില്ലല്ലോ, UK യിലായിരുന്നു. അപ്പോൾ ഇതാണ് എന്നെപ്പറ്റി സംഭവിക്കുകയാണ്. ഇത് എന്ത് സംഭവിച്ചതെന്ന് ഞാൻ പറയുകയാണെങ്കിൽ ജിസ്മോക്കും അറിയാം, കോടയതമ്പരാനും അറിയാം ഇത് എന്നാ സംഭവം എന്നാണ്. പക്ഷേ 2-3 തവണ അച്ഛൻ വന്നിട്ട് ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ഷണ്ട. അതിങ്ങനെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായിട്ട് 2-3 പ്രാവശ്യം വരികയും പിന്നെ മോളെ നീ വാ ഇവിടെ താമസിക്കണ്ട എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വക്കീലാണ്, ഞാൻ കുടുംബ കോടതിയിലെ കേസ് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പം പിന്നെ ഞാനൊരു കേസുമായിട്ട് ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കുന്നത് നീ നിൻ്റെ കുടുംബം എന്ത് ചെയ്യും, പിന്നെ നീ എന്തിനാ ഞങ്ങളെ നന്നാക്കാൻ വരുന്നൊരു ചോദ്യം വരും. എന്ന് പറഞ്ഞിട്ടാണ് അവൾ വീണ്ടും അവിടെ നിന്നെന്ന് പറയുന്നു ഫാദർ. ചേട്ടാ പറഞ്ഞു കേട്ടതനുസരിച്ച് ഇപ്പം ലാസ്റ്റ് ഇവിടെ ജിസ്മോയുടെ ആങ്ങളയുടെ കല്യാണം നടന്നായിരുന്നു അവിടെ. അപ്പോൾ ആ ആങ്ങളയുടെ കല്യാണത്തിന് മൂന്ന് ജിമ്മിയായിരുന്നു ഇൻവോൾവ് ആയിട്ട് 2-3 ദിവസം ലീവ് എടുത്ത് ഇതിൻ്റെ എല്ലാം പ്രവർത്തനപരമായിട്ട് പോയതൊക്കെ. അപ്പം 3 ഫംഗ്ഷനും എന്നെ വിളിച്ചായിരുന്നു. ഈ ഒത്തുകല്യാണം, പിന്നെ ഈ ചന്തം ചാർത്ത്, വിവാഹം. എൻ്റെ ഭാര്യ UK യിലായതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പം പ്രശ്നം ആ സമയത്ത്. ഈ അടുത്ത കാലത്ത് ഉണ്ടായ സംഭവം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നോളാം. ഞങ്ങൾ അവസാനം പോയത് അവിടെ ഈ തലേദിവസമുള്ള ചന്തൻചാർത്ത പരിപാടിയാണ്. എന്തായാലും ഞാൻ ഈ ഫാദറുമായിട്ടൊക്കെ കണ്ടു. അവർ വലിയ സന്തോഷമായിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ, വളരെ ഹാപ്പി ഫാമിലി. ജിമ്മിയും പിള്ളേരും എല്ലാം ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ അന്നത്തെ കല്യാണത്തിനെടുത്ത ഫോട്ടോ ഇപ്പോൾ എല്ലാവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജിമ്മിയുടെ വൈഫും ആ 2 പിള്ളേരുമായിട്ടുള്ള അന്ന് എടുത്ത ഫോട്ടോയാണ്. പക്ഷെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് സമയമില്ല. ഞങ്ങൾ ഇവിടുന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് പോയി താമസിച്ചു. അവിടെ ചെന്ന് തന്നെ നമുക്കറിയാവുന്ന ആ ഫംഗ്ഷൻ മുഴുവൻ കാണാൻ പറ്റില്ല. ഞങ്ങൾ പകുതി ഫംഗ്ഷൻ കഴിഞ്ഞായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ പിറ്റേസം ജോലി കയറുന്നത് ഞങ്ങൾ പോകുന്നു. അപ്പോൾ അത്രയും അവരുടെ ഫാമിലിയായിട്ട് വളരെ ഹാപ്പി ആയിട്ട് പോയത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, എനിക്ക് ഈ നമ്മളൊരു കാരണവന്മാരെന്ന നിലയ്ക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ സഹോദരനുണ്ട് അവരോട് ഷെയർ ചെയ്യും. എടാ ഇന്ന് പോലെ എടാ നമ്മുടെ മോൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, നമുക്കതൊന്ന് സംസാരിക്കണമല്ലോ. എനിക്ക് അനുഭവമുണ്ട്. എൻ്റെ വൈഫിൻ്റെ ഒരു ആങ്ങളുടെ മോടെ ഒരു ചിങ്ങവനത്തുള്ള പ്രശ്നം ഉണ്ടായിട്ട് ഇപ്പം ഞങ്ങൾ പോയി എൻ്റെ സാന്നിധ്യത്തിൽ അവിടെ ആ പ്രശ്നം സോൾവ് ചെയ്തു. അയർലൻഡിലാണ് അവർ ഭയങ്കര ഇതേപോലെ സെയിം പ്രശ്നമാണ് അവിടെ. അപ്പോൾ അവർ ഇപ്പോൾ ഏകദേശമൊക്കെ ഒരു സോൾവ് ആയിട്ട് ആ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. അപ്പം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്ന രീതിയാണ് നമ്മളൊരു കാരണവന്മാർ എന്ന നിലയ്ക്ക്. ഇപ്പം ജിഷ്മോ ഈ കുട്ടിയുടെ ഫാദർ ഞാനാണെങ്കിൽ ഞാൻ എൻ്റെ സഹോദരന്മാരോട് ഇവിടെ ഇന്നപോലെ 1-2 പ്രശ്നമാകുമ്പം നമുക്കിതൊന്ന് സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ മറ്റുള്ളവർ ഒന്നുകൂടി പറഞ്ഞു തീർക്കാവുന്ന പ്രോബ്ലങ്ങളുണ്ട് സോൾവ് ചെയ്യണം. ആദ്യം കാരണവന്മാരാണ് നമ്മളെ പെട്ടെന്ന് കയറി വക്കീലും കേസിനും വക്കാലത്തിനും അല്ല പോണത്. നമ്മൾ കാരണവന്മാർ തമ്മിൽ ഇടപെട്ട് അതിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യും, തീർക്കാൻ പ്രശ്നങ്ങളും ഉള്ളല്ലോ. ജിസ്മോളുടെ ഫ്രണ്ട് നിള എന്ന് പറഞ്ഞൊരു ഫ്രണ്ട്, അവർ പറഞ്ഞു ഇവർ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഭയങ്കര സ്നേഹമായിരുന്നു. കാരണം അവർക്ക് തോന്നും ഇവർ നന്നായിട്ട് ചേരേണ്ടതാണ്, ഇവരാണല്ലോ ചേരേണ്ടതെന്ന് അവർക്ക് തോന്നുമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അവസ്ഥകൾ ഇപ്പം അവളോട് ഇടയ്ക്ക് മർദ്ദിക്കുന്നുണ്ടവരെന്നൊക്കെ അവൾ പുറത്ത് പറയുന്നുണ്ടായിരുന്നു. അവളെ മർദ്ദിച്ചെന്നും തലപിടിച്ച് ഭിത്തിയിലിടിച്ച് കുട്ടിയെന്നോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിരുന്നല്ലോ. ഇതെനിക്ക് തോന്നുന്നത് ഇവൻ ഈ നാത്തൂനുമൊക്കെയുള്ള പിണക്കം അവർ പറയുന്ന അനുസരിച്ച് ഇപ്പം പ്രവർത്തിക്കുകയും ചെയ്തതാവാനാണ് സാധ്യതയെന്ന് എനിക്ക് തോന്നുന്നത്. ഈ പെണ്ണുങ്ങളല്ലേ, അവരൊരു പ്രായക്കാരായ പെണ്ണുങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പെങ്ങളുടെ സൈഡ് നിൽക്കുകയും അങ്ങനെ മർദ്ദിക്കാനൊക്കെയുള്ള സാധ്യതയാണ് കാണുന്നതല്ലേ. പിന്നെ അല്ലാതെ ഇവർ തമ്മിൽ ജിസ്മോളെ സംബന്ധിച്ച് ജിസ്മോളുടെ നല്ല സ്വഭാവമാണെന്ന് എല്ലാവരും പറയും. പഞ്ചായത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടാം. ഇപ്പം ജിമ്മിയുടെ നാട്ടിൽ ജിമ്മിയെക്കാട്ടും ഇഷ്ടം ജിസ്മോളെയാണ്. കാരണം അത്രയ്ക്ക് അവരെല്ലാവരും ചിരിച്ചല്ല, ജിമ്മി അധികം സംസാരിക്കത്തില്ല, എല്ലാവരോടും സംസാരിക്കുന്നത് കൊണ്ട് അവൾക്ക് അവളെ വളരെ ഇഷ്ടമാണ്. അവളെ പഞ്ചായത്ത് മെമ്പറാക്കി നിർത്താൻ വരെ ഇരുന്നതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് പിടിക്കുക. അപ്പോൾ അവർ അങ്ങനെ ഇവർ തമ്മിലായിരുന്നെങ്കിൽ അപ്പം അതുകൂടാതെ ഈ ജിമ്മിയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എടാ നീ കാരിദാസിന് അടുക്കലും കാണാൻ വല്ല വീടെടുത്ത് അവിടെ പോയി താമസിക്കുക, 45 വർഷമായിട്ട് ഞാൻ ഇവിടെ സഹിച്ചുകൊണ്ടിരിക്കുക എന്ന് അമ്മയെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു. സാറേ ഞാൻ സാറിനെ പറ്റി ഖണ്ഡിക്കുക, ശുദ്ധ അസംബന്ധം എന്ന് ഞാൻ പറയണം. ഒരിക്കലും ജിമ്മിയുടെ ഫാദറിൻ്റെ വായിന്ന് അങ്ങനെ സംഭാഷണം ഉണ്ടാകാൻ സാധ്യതയില്ലത്. പിന്നെ ഈ ആരാണ്ട് പറഞ്ഞില്ല എന്നെ തലയിടിപ്പിച്ചെന്ന് പറഞ്ഞാൽ അതിനുള്ള ഗഡ്സുള്ള ഞാൻ പട്ടാളത്തിൽ കുറേ ആൾക്കാർ പല സ്റ്റേറ്റിൽ പല ആൾക്കാരെ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. അതിനുള്ള ഗഡ്സ് ആംബിയർ ഉണ്ടോ എന്ന് എനിക്കറിയാം. അതിനുള്ള ആംബിയറൊന്നും അവനില്ല. പ്രത്യേകിച്ച് ഈ പെണ്ണ് ഒരു വക്കീൽ എന്ന നിലയ്ക്ക് ഇവനൊരു കമാന്നൊരു അക്ഷരം പറയാൻ പേടിക്കുവാൻ. അവൻ ഇച്ചിരി എന്നെപ്പോലല്ല, ഞാൻ പഴയ ഹയർ സെക്കൻഡറി പ്രീ ഡിഗ്രി പാസ്സാണ്. അവൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. അവൻ അങ്ങനെ ഒരു സംഭാഷണം അവൻ്റെ നിന്നും പ്രവൃത്തിയിൽ നിന്ന് ഉണ്ടാകത്തിന് ഇവിടെ നമുക്കറിയാമല്ലോ. ഏകദേശം എന്നാണേലും ഒരു വ്യക്തി വേറൊരു വശം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഏകദേശം മനസ്സിലാവും. സമൂഹത്തിന് അവൻ്റെ കൂടെയുള്ളവർക്കൊക്കെ മനസ്സിലാവും ഇവൻ ഇങ്ങനെ വേറൊരു ഭയങ്കരതമായ മുഖമുണ്ട് കാണിക്കുന്നെങ്കിൽ ഇന്ന് മദ്യപിക്കുന്നവരോടോ പീഡിപ്പിക്കുക എങ്ങനെ ഒരു സ്വയം കൂടുന്ന അവൻ്റെ ഉള്ളിലത് പുറത്തു വരും. ഈ ഇന്നൊരു അങ്ങനെ പ്രകടനം ഉണ്ടായിട്ടില്ല.
അതുപോലെ തന്നെ ഞങ്ങളൊക്കെ ചോദിക്കുമ്പോഴും ഇവിടെ വരുമ്പോൾ പുള്ളി വീട്ടിൽ നിന്ന് വരും, പുള്ളി വളരെ സന്തോഷവാനാണ്. പുള്ളി ഇന്ന് വരെ വീട്ടിൽ ഒരു പ്രശ്നമില്ല. അവർ വണ്ടിയൊക്കെ ഈ അപ്പൻ വണ്ടി വിൽക്കാൻ കാരണം എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞു ഈ കൊച്ചുങ്ങളൊക്കെ ഇപ്പോൾ പിള്ളേർ കൂടുതലായി, ഈ വണ്ടിയെല്ലാം ഓടിച്ച് നോക്കാൻ പറ്റില്ല. ഇദ്ദേഹം രാവിലെ വണ്ടിയെ നോക്കാൻ പോകും, ഡ്രൈവറിലെ ചിലപ്പോൾ ഡ്രൈവറായിട്ട് പോക്കളയും. ക്വാളിഫൈഡ് നല്ല എക്സ്പേർട്ട് ഡ്രൈവറാണ്. കണ്ടക്ടർ വേണം, കണ്ടക്ടർ പണി ചെയ്യും പുള്ളി. പിന്നെ വണ്ടിയുടെ സമയം അനുസരിച്ച് പ്രൈവറ്റ് വണ്ടിക്കാർ പറഞ്ഞു വിടാൻ പോകും. പിന്നെ ഈ ഡ്യൂട്ടിക്ക് സമയത്ത് ഇവിടെ പഞ്ചിങ് സിസ്റ്റം, ഇവിടെ കറക്റ്റ് 9 മണിക്ക് പഞ്ചിങ് ചെയ്ത് കയറണം. ഇതിൻ്റെ എല്ലാം കൂടെ ഇവൻ്റെ മുകളിൽ ലോഡ് ആകേണ്ടതുകൊണ്ട് പുള്ളി ഈ വണ്ടി 3 റൂട്ട് സഹിതം വിറ്റത് അച്ചായനോട് പറഞ്ഞ പുള്ളിക്കാരൻ. ആ പുള്ളി വളരെ മാന്യ, ഒരിക്കലും എനിക്ക് പക്ഷെ ഞാൻ അത് വിശ്വസിക്കുകയല്ല. ജിമ്മി തന്നെ ഈ പിന്നെ ജിസ്മോളുടെ ബ്രദറിനോട് പറഞ്ഞിട്ടുണ്ട്, എടാ ഞാൻ ഇന്നലെ ഒരു അടി കൊടുത്തു കേട്ടോ എന്ന് ജിമ്മിയുടെ സഹോദരനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്തോന്നാ 7-ാം മാസം ഗർഭിണിയായിരുന്ന സമയത്ത് ഗ്യാസ് കത്തിച്ച് മേളിൽ പോയി വിറകെടുത്തോണ്ട് വരാൻ ഞാൻ എന്താന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടായി. അവളെ കൊണ്ട് തന്നെ ഇവർ 3 പേരുടെ വിറകെടുപ്പിച്ചുകൊണ്ടൊന്ന് കത്തിച്ചു എന്നാണ് പറയുന്നത്. ആ ഒരു കേസാണ്. അന്നാണ് അടി കൊടുത്തു എന്ന് പറയുന്നത്. അമ്മയോട് ധിക്കാരം പറഞ്ഞു എന്ന് പറഞ്ഞു. സാറേ അതിനെപ്പറ്റി എനിക്കൊന്നും നമുക്കറിയാൻ മേത്ത കാര്യങ്ങളുണ്ട്. അറിയാൻ മേലത്തെ നമ്മളിപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം നമ്മൾ കേട്ടറിഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞത് അവരുടെ വീട്ടിൽ നിന്ന് വെച്ചാൽ വളരെ ആ വീടൊക്കെ എത്ര ഞാൻ 2-3 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. വളരെ അച്ചടക്കമായിട്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുന്ന വീടാണ്. വളരെ ഒരു കാര്യത്തിന് അവരുടെ ഒരു കുറവില്ല. വണ്ടിക്ക് വണ്ടി, ഗ്യാസിന് ഗ്യാസ്, എല്ലാ സാധനവും അവരുടെ വീട്ടിലുണ്ട്. പിന്നെ വിറക് കത്തി എനിക്ക് അത്ര സൗകര്യം, വിറക് കത്തിക്കുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയാൻ പറ്റില്ല നേരാണോ നുണയാണോ എന്ന് വെച്ചാൽ അത്ര സൗകര്യമുള്ളൊരു വലിയ അടുപ്പ് കൂട്ടി കത്തിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്ക് അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള. ഞാൻ ഫേസ്ബുക്ക് പേജ് 9-ാം മാസം തൊട്ട് അവിടെ പെൺകുട്ടികളെ കിട്ടി കല്യാണം കഴിച്ചയക്കേണ്ടത് പണം കായ്ക്കുന്ന മരമുള്ള വീട്ടിലേക്കല്ല, സ്നേഹം തരുന്ന വീട്ടിലേക്കാണ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് അവിടെ ഫേസ്ബുക്ക് പേജിലിട്ടിരുന്നു. അപ്പോൾ അവൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു ആ കല്യാണത്തിൽ ഒരു അതിർത്തി അപ്പം തന്നെ രേഖപ്പെടുത്താൻ. ഒരു പക്ഷേ എന്തെങ്കിലും അവിടെ നാത്തുമാരിൽ നിന്നോ അല്ല അമ്മയിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ ഒരു ഈ നമ്മുടെ സാധാരണ സമൂഹത്തിൽ, കേരളം സമൂഹത്തിൽ ഇരിക്കുമ്പം എനിക്ക് 3 പെങ്ങന്മാരുണ്ട്, 3 ചേട്ടന്മാരുണ്ട്, എൻ്റെ അമ്മയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ എൻ്റെ ചേട്ടന്മാരുടെ ഭാര്യമാരോടൊക്കെ ആ സമയങ്ങളിലൊക്കെ പോരെടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഭാര്യയോട് പോരെടുക്കാൻ ഞാൻ എന്തെങ്കിലും പറയണ എനിക്ക് അമ്മേനെയും കളയാൻ പറ്റിയില്ല, ഭാര്യനെയും കളയാൻ പറ്റിയില്ല. എന്തെങ്കിലും സംഭവം ഉണ്ടാകും ഞാനത് അവളെ മോട്ടിവേറ്റ് ചെയ്തു. അതെൻ്റെ കടമയാണ്. അമ്മയ്ക്ക് ഇവിടെ ഭാര്യനെ ഉപേക്ഷിച്ച് അമ്മേനെ കളയാൻ പറ്റില്ല, അപ്പനെ അമ്മേനെ കളയാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊരു വൈകുന്നേരം രാത്രി കിടക്കാൻ വരുമ്പോൾ നമ്മളും ഭാര്യയുള്ള സ്വകാര്യമായ സമയമുള്ള ആ സമയത്ത് അവളെ കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യേണ്ടത് എൻ്റെ കടമയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ എങ്ങോട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അവൾ ഷെയർ ചെയ്ത് പുള്ളിക്കാരനോട് ഷെയർ ചെയ്യണം. ഇനിയിപ്പോൾ അവൾക്ക് എന്തെങ്കിലും തിക്താനുമുണ്ട്, അതുകൊണ്ട് വല്ലതും അവൾ ചെയ്താണോ അത് നേരാണോ അപ്പം നിങ്ങൾക്ക് കാണുമായിരിക്കും അങ്ങനെ വല്ലതും റിപ്പോർട്ടുണ്ട്. ഏതായാലും ജിസ്മോൾ എന്ന് പറഞ്ഞ ആൾ മരിച്ചു. ഒന്നുകിൽ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം. ആത്മഹത്യയാണെങ്കിൽ അതിന് പ്രേരണശക്തിയായിട്ടുള്ള ആരും അവരുടെ അച്ഛനോ അല്ലെങ്കിൽ ഇവരാണ് ചുറ്റും ഉണ്ടായിരുന്നവർ. തലേദിവസം പള്ളി അന്ന് നമ്മുടെ വിഷുവായിരുന്നു. വിഷുവിൻ്റെ അന്ന് ഞാൻ ഈ ഓശാന ഞായറാഴ്ച പിറ്റേ ദിവസം വിഷു അന്നൊക്കെ ഞാൻ മെയിൻ്റെനൻസ് സൂപ്പർവൈസർ ഇവിടെ ഭായിമാരൊക്കെ പണിയുന്നുണ്ട്. അപ്പം ഞാൻ മൊത്തത്തിൽ നോക്കാൻ വേണ്ടി ഞാൻ ലീവ് ആണെങ്കിലും നമുക്ക് ഇവിടെ വരണ്ടയില്ലെങ്കിലും ഞാൻ വന്ന് ഓവറോൾ നോക്കിയിട്ടാണ് പോകുന്നത്. അന്ന് വന്നപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഈ ക്യാൻസറിൻ്റെ അവിടെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അവിടുത്തെ ഫ്ലോർ തീർക്കാണ്ട് ഈ പറഞ്ഞ വ്യക്തികൾ ഇവർ അവധി ഉണ്ടെങ്കിൽ ഇവരൊക്കെ ഇവിടെ ഒരു മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഓരോരുത്തർക്ക് ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഏരിയ അനുസരിച്ച് 3-4-5 പേരുണ്ട് ഇലക്ട്രിക് എഞ്ചിനീയർ, ഞങ്ങളുടെ എഞ്ചിനീയർമാർ. അപ്പം അന്ന് ആ ഇദ്ദേഹം ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഞാനൊരു 3:30 മണിയായപ്പോൾ അന്ന് ഉച്ച കഴിഞ്ഞ് പോയി. അതിനുശേഷം എനിക്കൊന്ന് ഇദ്ദേഹം ഒരു വൈകുന്നേരം ഞാൻ പോയതിന് ശേഷം ഇദ്ദേഹം വീട്ടിൽ ചെന്നത്. ആ പ്രത്യേകിച്ച് വിഷുവിൻ്റെ അന്ന് പബ്ലിക് ഹോളിഡേ ആണ്. ഞങ്ങൾക്ക് OP ഇല്ല, വേണേ വരണമെന്നില്ല പുള്ളിക്ക്. പക്ഷേ എന്തായാലും അവനവൻ്റെ ഒരു പ്രൈവറ്റ് സ്ഥാപനം നമ്മുടെ റെസ്പോൺസിബിലിറ്റി അനുസരിച്ച് ഇവർ വരിക. അതാണ് ഞാൻ ഈ പുള്ളിക്ക് 100% മാർക്കറ്റ്. ഞങ്ങളൊക്കെ ജോലി നേരെ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. പട്ടാളക്കാരൻ നേരെ ഒരു പാലിട്ട് കഴിഞ്ഞു അവനെ ഞാൻ അതുകൊണ്ടല്ലേ സൂപ്പർവൈസർ നിലയ്ക്ക് അവന് 100 മാർക്ക്. അവൻ ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. അവനൊരു റെസ്പോൺസിബിലിറ്റി വരുന്നത് അവൻ്റെ ടാസ്ക്. അവൻ വന്നവിടെ കറക്റ്റ് സമയത്ത് ഇൻവോൾവ്മെൻറ്റ് ചെയ്യുന്നു. ജോലി 100% മാർക്കുണ്ട്. ഡ്യൂട്ടിയിൽ ആബ്സെൻ്റ് ഇല്ല, കറക്റ്റ് സമയത്ത് ഡ്യൂട്ടിക്ക് വരും. പഞ്ചായത്തൊക്കെ നമുക്ക് ഡ്യൂട്ടി ലിസ്റ്റ് നോക്കി അറിയാൻ പറ്റില്ല. ഞാനാണല്ലോ അവൻ്റെ ബയോഡാറ്റയെല്ലാം എഴുതി കൊടുക്കുന്നവരില്ല. നമുക്ക് അതിൻ്റെ പഞ്ചായത്ത് പഞ്ചായത്തിയും സ്ഥാപന ബിഹേവിയറും എല്ലാം എഴുതി കൊടുക്കുന്നത് ഞാനല്ലോ, നമുക്കറിയാം. അതുകൊണ്ട് ഇവരൊക്കെ എഴുതി കൊടുക്കുന്നത് ഞാൻ. അപ്പം ഞങ്ങളുടെ എഴുതി കൊടുക്കുന്നത് ഞങ്ങളുടെ അച്ഛൻ കയറി വരുന്നുണ്ട്, ഞങ്ങളുടെ ഫാദറാണ്. നമ്മൾ ഈ സംശയത്തിൻ്റെ പേര് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്താതെ ഒരുത്തനും ഇന്ത്യൻ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് അറിയാം, എനിക്കും അറിയാം നിയമം, അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പോലീസ് എന്തെങ്കിലും തെളിവില്ലാതെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ചാടിക്കേറി അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാണല്ലോ നമ്മുടെ ഏറ്റുമാനൂർ CIക്ക് ഉണ്ടായത്. പിന്നെ എന്തിനാ വെറുതെ നമ്മളങ്ങനെ അതിനകത്ത് പറയുന്നത്?